എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയ്. ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അത് ഡിസ്ക് ബൾജുകളും സ്പൈനിനുണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അതായത് കഴുത്ത് വേദന. ഇത് ഒരു ചെറുപ്പം തൊട്ട് ആൾക്കാർക്ക് ഒരു 18 വയസ്സ് തൊട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു അസുഖമാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ്. ഇത് കോവിഡിന് ശേഷം കുറച്ചും കൂടെ കൂടിയെന്ന് ഞാൻ പറയും. കാര്യം കുട്ടികളിൽ അന്ന് ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികൾക്ക് ലാപ്പും അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഉപയോഗവും അധികമായപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന. അത് ഇന്ന് ഒരുപാട് പേരെയാണ് നമുക്ക് OP-യിൽ കാണാൻ പറ്റുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പ്രായമായവർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ നെക്കിന് ചുറ്റുവട്ടം ഉണ്ടാകുന്ന മസിൽസ് വീക്ക് ആവുകയും ഈ മസിൽ വീക്ക്നെസ് കൊണ്ട് അത് ഡിസ്കിനെ എഫക്റ്റ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേജ്, അതായത് ഡിസ്കിനെ എഫക്റ്റ് ചെയ്തു, ഡിസ്ക് പോയി ഞരമ്പിൽ തട്ടുന്ന അവസ്ഥ, നെർവ് കംപ്രഷൻ ഉണ്ടാകുമ്പോൾ കയ്യിലോട്ട് വേദന വന്ന് ആൾക്കാർ വന്ന് പറയുന്നതാണ്, അയ്യോ എനിക്ക് രാവിലെ എഴുന്നേറ്റ കൈ മടങ്ങില്ല, നൂരില്ല, ഭയങ്കര വേദനയായിരിക്കും, തരിപ്പാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ നട്ടലിനുണ്ടാകുന്ന, അതായത് സെർവിക്കൽ സ്പൈനിനുണ്ടാകുന്ന ഡിസ്ക് ബൾജുകളാണ്. അപ്പോൾ ഈ ഡിസ്ക് ബൾജുകളെ നമ്മൾ മുളയിലേ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേഴ്സൺ ആവാതെ, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വേഴ്സൺ ആയി കഴിഞ്ഞാൽ പിന്നെ സർജറി അല്ലാതെ വേറൊരു നിർവാഹം ഉണ്ടാവില്ല. അപ്പം തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന കയ്യിലോട്ട് വന്നു, ഞാൻ പറഞ്ഞു തരിപ്പായി. ഈ തരിപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിനെ കാണണം. അഥവാ തരിപ്പ് ആയാൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യരുത്, ഒരു ഡോക്ടറിനെ കണ്ട്. നമ്മുടെ സ്പൈൻ വേദനയിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പൈൻ ഡീകംപ്രഷൻ ആണ്. അത് സെർവിക്കൽ സ്പൈൻ ഡീകംപ്രഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ മസിൽസിനെ, റിജിഡ് മസിൽസിനെ ലൂസൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ മസിൽസിനെ കുറച്ചും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മൾ ഡ്രൈ നീഡിലിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൈറോപ്രാക്റ്റിക് കറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ആയുർവേദ ചികിത്സ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ എഫക്റ്റീവ്, കാര്യം ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് ഭയങ്കര കൂടുതലാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖം കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴുത്ത് വേദനയുടെ മെയിൻ റീസൺസ് ഇതാണ്. അതുപോലെ തന്നെ കഴുത്തുവേദന പ്രിവെൻറ്റ് ചെയ്യാനുള്ള 1-2 ചെറിയ ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, കഴുത്ത് ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ കിടക്കുമ്പോൾ സെർവിക്കൽ പില്ലോ പോലുള്ള പില്ലോ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം ഇന്നെല്ലാവരും ഭയങ്കരമായ ഹൈറ്റ് കൂടിയ പില്ലോകളാണ് ഉപയോഗിക്കുന്നത്. അത് മാറ്റിയിട്ട് കുഞ്ഞു പില്ലോ അല്ലെങ്കിൽ സെർവിക്കൽ പില്ലോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാർ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിവർന്നിരുന്ന്, അതായത് മാക്സിമം ഈ നെക്കിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ബൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാതിരിക്കുക. ഇതിനൊക്കെ പുറമെ രാത്രി കുളി, അതായത് നമ്മൾ കുളിച്ച ഉടനെ കിടക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് തലനീര് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർ രാത്രി കുളി ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പ്രിവെൻഷൻ. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. താങ്ക് യു.